നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട്ടിൽ ചൂട് കനത്തു. മുന്നിൽ ആശങ്കയുടെ നാളുകളെന്ന് വിദഗ്ധർ. ജില്ല ജലദുരന്തത്തിന്റെ വക്കിൽ. തോടുകളും അരുവികളും മരണാസന്ന നിലയിൽ. പുൽപ്പള്ളി മുള്ളംകൊല്ലി മേഖലയിൽ സെമിനാറുകൾ നടത്തി വരൾച്ച നേരിടുന്ന നടപടി വിമർശിക്കപ്പെടുന്നു. അതിർത്തി ഗ്രാമങ്ങളിൽ ക്ഷീരകർഷകർ കാലികളെ കൂട്ടത്തോടെ വിറ്റഴിക്കുന്നു. വരൾച്ചയും കൃഷിനാശവും മൂലം നെട്ടോട്ടമോടുന്ന കർഷകർക്കെതിരെ ജപ്തി ഭീഷണിയുമായി ബാങ്കുകൾ. നിയമവിരുദ്ധമായി ലോക്കൌട്ട് ചെയ്ത ചെമ്പ്ര എസ്റ്റേറ്റ് ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് AITUC. ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിച്ചതിനെതിരെ ബത്തേരിയിൽ CITU മാർച്ച്. മാനന്തവാടി വള്ളിയൂർക്കാവ് മഹോത്സവത്തിന് നാളെ തുടക്കം. വാളെഴുന്നള്ളിപ്പ് നാളെ. ഉത്സവ പൂജകൾ വ്യാഴാഴ്ച മുതൽ. പകലിലെ ഉയർന്ന താപനിലയ്ക്കൊപ്പം രാത്രിയിലും താപനില ഉയർന്നതോടെ ജില്ലയിൽ ചൂട് കനത്തു. ജില്ലയെ കാത്തിരിക്കുന്നത് ആശങ്കയുടെ നാളുകളെന്ന് വിദഗ്ധർ. വരും ദിവസങ്ങളിലും പകൽ താപനില കുതിക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തൽ. 2013 ഏറ്റവും കൂടിയ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്. ഇതേ വർഷം ഡിസംബറിൽ പല ദിവസങ്ങളിലും 16 ഡിഗ്രി സെൽഷ്യസ് തണുപ്പ് രേഖപ്പെടുത്തിയിരുന്നു. 2014 28.05 കൂടിയ താപനില. കഴിഞ്ഞ 2 വർഷങ്ങളിലായി 26-നും 27-നും മുകളിലായി ശരാശരി താപനില ഉയർന്നു. 2016 മാർച്ച് 27-ന് ചൂട് 34 ഡിഗ്രി സെൽഷ്യസായി രേഖപ്പെടുത്തിയിരുന്നു. ഒരു വശത്ത് 1.5 പതിറ്റാണ്ടായി ക്രമാതീതമായി കുറഞ്ഞുവരുന്ന മഴയും മറുവശത്ത് അതേ അളവിൽ വർദ്ധിച്ചുവരുന്ന ചൂടും കൂടിയാവുമ്പോൾ പരിസ്ഥിതി ദുർബല പ്രദേശത്ത് ഭയാനകമായ കാലാവസ്ഥാ വ്യതിയാനമുണ്ടാക്കുന്ന പ്രത്യാഘാതം ലാത്തൂരിനും വിദർഭയ്ക്കുമൊക്കെ അപ്പുറമായി തീരും. തെക്കു പടിഞ്ഞാറൻ കാലവർഷവും തുലാവർഷവും ഒരേപോലെ ചതിച്ചതും വേനൽമഴ വേണ്ടവണ്ണം കനിയാതിരുന്നതും വേനലിൻ്റെ കാഠിന്യം വർദ്ധിപ്പിച്ചത്. ജില്ലയിലെ നദികളും ജലാശയങ്ങളുമെല്ലാം വറ്റിവരണ്ടു. കിണറുകളിൽ ജലനിരപ്പ് കുത്തനെ കുറയുകയാണ്. ഭൂഗർഭ ജലനിരപ്പ് അസാധാരണമാം വിധം കുറഞ്ഞു. ഡാമുകളും വറ്റിവരളുന്നു. 2016 ഓഗസ്റ്റിന് ശേഷമുള്ള കണക്കുകൾ കൂടിയെടുത്താൽ വയനാടൻ കാലാവസ്ഥയുടെ തകർച്ചയുടെ ചിത്രം നിസ്സാരമല്ലെന്ന് മനസ്സിലാക്കാം. ഇടവപ്പാതിയും തുലാമഴയും കുറഞ്ഞതോടെ ജില്ല കടുത്ത വരൾച്ചയിലേക്കാണ് നീങ്ങുന്നത്. കാപ്പി പൂത്ത് കനിഞ്ഞെങ്കിലും പിന്നീട് മഴ ലഭിക്കാത്തത് കാപ്പി കൃഷിയെ സാരമായി ബാധിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. കൃഷിത്തോട്ടങ്ങൾ കൂട്ടത്തോടെ കരിഞ്ഞുണങ്ങുന്ന സംഭവം വയനാട്ടിൽ വ്യാപകമായി കണ്ടു തുടങ്ങിയത് 2015-ലാണ്. പുൽപ്പള്ളി മുള്ളംകൊല്ലി പഞ്ചായത്തുകളിൽ വിവിധ വിഭാഗങ്ങളിൽ വ്യാപകമായി കൃഷി ഉണങ്ങി നശിച്ചു. ശക്തമായ ചൂടിൽ കരിഞ്ഞുണങ്ങിയ കാപ്പിയും കുരുമുളകുമെല്ലാം കർഷകർക്ക് വൻ നാശമാണ് ഉണ്ടാക്കിയത്. 5000-ഓളം പരാതികളാണ് അന്ന് മുള്ളംകൊല്ലി കൃഷിഭവനിൽ മാത്രം ലഭിച്ചത്. അനുബോർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. ജലം ജീവജലം. കാലവർഷം ചതിച്ചു. തുലാവർഷത്തെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്ന പ്രവചനങ്ങൾ ഒന്നുമില്ല. വയനാട് രൂക്ഷമായ വരൾച്ചയുടെ പിടിയിലമരുന്നതിന്റെ അടയാളങ്ങളാണ് എങ്ങും. ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കരുത്. ജലസ്രോതസ്സുകൾ മലിനമാക്കരുത്. ജലം അമൂല്യമാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ വയനാട് ന്യൂസിൽ പ്രത്യേക സെഗ്മെന്റ് ജലം ജീവജലം. ജില്ലയിലെ ജലാശയ നാഡീഞരമ്പുകളായ തോടുകളും അരുവികളും മരണാസന്ന നിലയിൽ. അശാസ്ത്രീയമായ രീതിയിൽ തോടുകളിൽ നടത്തിയ നവീകരണ പ്രവൃത്തികളാണ് ജലാശയങ്ങളെ നാശത്തിലേക്ക് തള്ളിയത്. ജില്ലയിലെ 90% തോടുകളും ജലാശയങ്ങളും മരണാസന്ന നിലയിലാണ്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമടക്കം തോടുകളിലും അരുവികളിലും നടത്തിയ നവീകരണ പ്രവൃത്തികളാണ് ജില്ലയിലെ ജലവാഹിനികളായ തോടുകളെയും അരുവികളെയും നശിപ്പിക്കുന്നത്. തോടുകളിൽ വെള്ളം സംഭരിച്ചു നിർത്തുന്നതിലും ശുദ്ധീകരിക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചിരുന്ന തഴയും നായ്ക്കരിമ്പും ചേമ്പും പുൽവർഗ്ഗങ്ങൾ ഈറ്റ തുടങ്ങിയവ വേരോടെ നശിപ്പിച്ചതാണ് തോടുകളുടെയും അരുവികളുടെയും നാശത്തിലേക്ക് നയിച്ചത്. നിലവിൽ വെള്ളം വറ്റിയ തോടുകൾ മാലിന്യം വലിച്ചെറിയാനുള്ള കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു. തോടുകളിൽ തടയണകളോ മറ്റു നവീകരണ പ്രവൃത്തികൾ നടത്തുന്നതിനു പകരം തോടറമ്പുകളിൽ മഴക്കുഴികൾ തീർത്തും കൈതയടക്കമുള്ള സ്വാഭാവിക സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനും നടപടികൾ ഉണ്ടെങ്കിൽ മാത്രമേ നാട്ടിൻപുറങ്ങളിലെ ജലസ്രോതസ്സുകൾ സംരക്ഷിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂവെന്നും ഇതിനായി അധികൃതർ ഉണർന്നു പ്രവർത്തിക്കണമെന്നുമാണ് ആവശ്യം. പണ്ട് കൈത ഉണ്ടായ സമയത്ത് അവിടെ ഒരു കുഴിയുണ്ട്, അവിടെ കുറച്ച് വെള്ളം ഉണ്ടാകുമായിരുന്നു. ഇന്ന് അതുപോലുമില്ല. കാരണം ശരിക്കും റോഡ് പോലെ ആക്കിക്കളഞ്ഞ തോടുകളല്ല. നമുക്ക് വേണം മണ്ണ് നിറഞ്ഞാൽ നീക്കം ചെയ്യണം. പക്ഷേ ഇത്
തോടിനെ ശരിക്കും റോഡ് പോലെ ആക്കിക്കൊണ്ട് ഇന്ന് കുടിവെള്ളക്ഷാമത്തിന് വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടുള്ള കാലം ശരിക്കും ഈ തൊഴിലുറപ്പ് പദ്ധതി ജനങ്ങളുടെ ഇടയിൽ മഴക്കുഴികൾ നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ തെങ്ങിൻ്റെ ചുവടുകളെല്ലാം നല്ലപോലെ കിളച്ച് ശരിക്കും നല്ലപോലെ വെള്ളമിറങ്ങാനുള്ള. വയനാട് ന്യൂസ്, ബത്തേരി. മേപ്പാടി ടൗണിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ജലവിതരണം നിലച്ചു. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനിൽ വെള്ളമില്ല. ശൌചാലയത്തിന് പൂട്ടുവീണു. ടൗണിൽ ശുചീകരണ പ്രവർത്തനങ്ങളും അവതാളത്തിൽ. എളമ്പലേരി പുഴ വറ്റിയതാണ് മേപ്പാടിയെ പെട്ടെന്ന് കുടിവെള്ളക്ഷാമത്തിലേക്ക് തള്ളിയിട്ടത്. എളമ്പലേരിയിൽ നിന്നാണ് ടൗണിലും പരിസരത്തും കുടിവെള്ളം എത്തിച്ചിരുന്നത്. കടുത്ത വരൾച്ചയിൽ പമ്പ് ചെയ്യാൻ വെള്ളമില്ലാത്ത വിധത്തിൽ എളമ്പലേരി പുഴ വറ്റിപ്പോയി. വെള്ളമില്ലാത്തതിനെ തുടർന്ന് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ്, കംഫർട്ട് സ്റ്റേഷനിലെ ശൌചാലയങ്ങൾ അടച്ചുപൂട്ടിയത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും കടുത്ത ബുദ്ധിമുട്ടായി. പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ ഹോട്ടലുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. ടാങ്കറുകളിൽ എത്തിക്കുന്ന വെള്ളമാണ് ഹോട്ടലുകൾക്ക് ആശ്രയം. കാരാപ്പുഴയിൽ നിന്ന് മേപ്പാടി, മൂപ്പൈനാട്, വൈത്തിരി പഞ്ചായത്തുകളിൽ ജലവിതരണം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതി എങ്ങും എത്തിയിട്ടില്ല. പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത്. നിരവധി ആളുകൾ, സ്ത്രീകളും കുട്ടികളും വിവിധ ആവശ്യങ്ങൾക്ക് ടൗണിലെത്തുമ്പോൾ ആശ്രയിക്കുന്ന കംഫർട്ട് സ്റ്റേഷനിൽ വെള്ളമെത്തിക്കാൻ നടപടി സ്വീകരിച്ച് ശൌചാലയം ഉടൻ തുറക്കണമെന്ന് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ നൂറുകണക്കിന് ആളുകൾ വരുന്ന ഈ സ്റ്റാൻഡിലെ ഇതിനാവശ്യമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാക്കാൻ ഉള്ളൊരു സത്വര നടപടി കാണുന്നില്ല. അത് അടിയന്തരമായി ഉണ്ടാക്കണം. ഈ വെള്ളത്തിൻ്റെ കുറവ് നിമിത്തമുള്ള ഈ ടോയ്ലറ്റ് സംവിധാനങ്ങളിലൂടെ ഉപയോഗിക്കാൻ കഴിയാത്തതിൽ അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണം. അതിന് പഞ്ചായത്ത് അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. വരൾച്ചയും കുടിവെള്ളക്ഷാമവും കാർഷിക പ്രതിസന്ധി സൃഷ്ടിച്ച ദാരിദ്ര്യവും മൂലം ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ത്രിതല പഞ്ചായത്തുകളും സന്നദ്ധ സംഘടനകളും വരൾച്ചയ്ക്കെതിരെ സെമിനാറുകൾ നടത്തി പണം തുലയ്ക്കുന്നതിനെതിരെ പരാതി രൂക്ഷമായി. വരൾച്ച നാശം വിതച്ച പുൽപ്പള്ളി, മുള്ളംകൊല്ലി പ്രദേശങ്ങളിൽ ജലസേചന സൌകര്യം ഏർപ്പെടുത്തുകയോ വരൾച്ച നേരിടാൻ ദീർഘകാല പദ്ധതികൾ നടപ്പാക്കുകയാണ് വേണ്ടതെന്ന് കർഷക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. വരൾച്ചയുടെ പേരു പറഞ്ഞ് സെമിനാറുകളും ചർച്ചകളും നടത്തുന്നത് ജനനിന്ദയും പ്രഹസനവുമാണെന്ന നിലപാടാണ് പ്രദേശത്തെ ജനങ്ങൾക്ക്. വരൾച്ചയ്ക്കും വറുതിക്കുമെതിരായ മുറവിളി ഉയരുമ്പോൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പ്രദേശം സന്ദർശിച്ച് സെമിനാറുകളിലും ശില്പശാലകളിലും അച്ചടി വടിവിൽ പ്രസംഗിച്ചു മടങ്ങുകയാണ് പതിവ്. വരൾച്ചയ്ക്ക് ശാശ്വത പരിഹാരം കാണാൻ എന്തു പദ്ധതിയാണ് നടപ്പാക്കുന്നതെന്ന ചോദ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. വേനൽക്കാലം മുഴുവൻ വരൾച്ചയെക്കുറിച്ച് സെമിനാറുകൾ നടത്തി പണം തുലയ്ക്കുക, മഴക്കാലമാകുമ്പോൾ ഇക്കാര്യം ഏവരും മറക്കുക എന്ന പതിവ് ജനവഞ്ചനയാണ് മേഖലയിൽ അരങ്ങു തകർക്കുന്നത്. തടയണകളും തലക്കുളങ്ങളും നിർമ്മിക്കുക, മഴവെള്ളം സംഭരിക്കാൻ സജ്ജീകരണങ്ങൾ ചെയ്യുക, ജലവിതരണ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുക, വരൾച്ചയുടെ കെടുതി എത്രത്തോളം വ്യാപകമാണെന്ന് കൃഷി, റവന്യൂ വകുപ്പുകൾ സൂക്ഷ്മ വിശകലനം ചെയ്ത് ഗവൺമെന്റിനെ അറിയിക്കുക തുടങ്ങിയ കാര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതുണ്ട്. പ്രായോഗിക നടപടികൾക്കു പകരം വിവിധ കക്ഷി രാഷ്ട്രീയ നേതൃത്വങ്ങളും ജനപ്രതിനിധികളും പ്രാദേശിക ഭരണകൂടത്തിന്റെ വക്താക്കളും സെമിനാറുകളിൽ പ്രത്യക്ഷപ്പെട്ട് വാക്കുകൾ കൊണ്ട് ഉറപ്പു നൽകിയിട്ട് കാര്യമൊന്നുമില്ല. കബനി ജലം കാർഷിക മേഖലയ്ക്ക് ലഭ്യമാക്കാൻ മുമ്പ് വിഭാവനം ചെയ്ത ശശിമല, ചണ്ണോത്തുമല തലക്കുളങ്ങൾ സംരക്ഷിക്കുമെന്ന ഉറപ്പ് ഇപ്പോഴും ഉറപ്പുമാത്രമായി തുടരുകയാണ്. കബനി നദിയിൽ നിന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ വഴി ജനങ്ങളെ കുടിയിറക്കാതെ തന്നെ കാർഷിക മേഖലയിൽ ജലമെത്തിക്കാൻ നടപടിയുണ്ടാകുമെന്ന ഉറപ്പും ജനവഞ്ചനയുടെ വക്കോളം എത്തി നിൽക്കുന്ന മറ്റൊരു പ്രഖ്യാപനമാണ്. ജലസംരക്ഷണത്തിനും വരൾച്ച പ്രതിരോധിക്കാനും പ്രായോഗിക നടപടികളില്ല. പ്രഖ്യാപനങ്ങൾ കുടിവെള്ളത്തിന് പകരമാവില്ലല്ലോ എന്നാണ് ജലക്ഷാമം അനുഭവിക്കുന്ന ജനങ്ങൾ ചോദിക്കുന്നത്. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി മേഖലകളിൽ വരൾച്ച പടരുന്നതിനും രൂക്ഷമാകുന്നതിനും അടിസ്ഥാന കാരണം എന്തെന്ന പഠനവും അതിന്റെ അടിസ്ഥാനത്തിൽ ഹ്രസ്വകാല ദീർഘകാല പ്രതിരോധവുമാണ് വേണ്ടത്. വെയിലേറ്റ് തൊടികളിൽ പുല്ല് താനെ കത്തുന്ന പുരിവേനലിൽ പ്രഖ്യാപനങ്ങളിലെ കൊതിപ്പിക്കുന്ന വാക്കുകൾക്ക് ഇനി സ്ഥാനമില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തുകൾ തോറും സെമിനാറുകളും ക്ലാസുകളും എടുത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സമീപനമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് എത്രയും പെട്ടെന്ന് നിർത്തി ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള മനസ്സ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അതിനുവേണ്ടി തയ്യാറാവണമെന്നാണ് പറയാനുള്ളത്. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കുടിവെള്ളത്തിൽ സെപ്റ്റിക് മാലിന്യം കലർന്ന് കുടിക്കാൻ ശുദ്ധജലമില്ലാതെ നൂൽപ്പുഴയിലെ പുത്തങ്കുന്ന് പണിയ കോളനി നിവാസികൾ. കോളനിയിൽ ആകെയുള്ള കിണറുകളിലേക്ക് സമീപത്തെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും മാലിന്യം ഒലിച്ചിറങ്ങുകയാണ്. വല്ലപ്പോഴും എത്തുന്ന വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് കോളനിക്കാർക്ക് ഏക ആശ്വാസം. കിണറും വെള്ളവും ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റാത്തതാണ് കോളനിക്കാർക്ക് ദുരിതമായിരിക്കുന്നത്. കിണറിനോട് ചേർന്നുള്ള സെപ്റ്റിക് ടാങ്കിൽ നിന്നും കിണറിലേക്ക് മാലിന്യം ഒലിച്ചിറങ്ങുന്നതായാണ് കോളനിക്കാർ പറയുന്നത്. ഇതോടെ ശുദ്ധജലം എടുക്കുന്നതിനായി ദൂരസ്ഥലങ്ങളെയാണ് കോളനിക്കാർ ആശ്രയിക്കുന്നതും. കോളനിയിൽ വാട്ടർ അതോറിറ്റിയുടെ ടാപ്പുകൾ ഉണ്ടെങ്കിലും ഒന്നരാടമാണ് വെള്ളമെത്തുക. ഇതും അരമണിക്കൂർ മാത്രം.
അതിനാൽ ആവശ്യത്തിന് വെള്ളം ശേഖരിച്ചു വെക്കാനും കോളനിക്കാർക്ക് കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ കോളനിയിൽ പുതിയ കിണർ നിർമ്മിച്ചു നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. 12ഓളം കുടുംബങ്ങളാണ് ഈ കോളനിയിൽ ഉള്ളത്. കുടിവെള്ളത്തിന് പുറമെ വൈദ്യുതി, വീട് അടക്കമുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഈ കോളനിയിൽ എല്ലാവർക്കുമില്ല. പച്ചവെള്ളം കുടിക്കാൻ പറ്റില്ല. അങ്ങനെ പൈപ്പിൽ വെള്ളം വരുന്നുണ്ടോ? പൈപ്പിൽ ഒന്നരാട ഇന്ന് വന്നിട്ടുണ്ട്, നാളെ ഉണ്ടാവില്ല, മറ്റന്നാൾ കിട്ടുമോ? വെള്ളം കിട്ടും ആവശ്യത്തിന്? ആവശ്യത്തിന് കിട്ടും. പക്ഷെ നമുക്ക് പാത്രം വേണ്ടേ? നമുക്ക് തോനെ പാത്രം ഉണ്ടെങ്കിൽ 2 ദിവസത്തിന് നമുക്ക് സൂക്ഷിപ്പൊക്കെ പറ്റും. ഞങ്ങൾക്ക് അതിനൊക്കെ അവസ്ഥ കുറവാണ്. പുറത്തുനിന്ന് ഒക്കെ വെള്ളമൊക്കെ കൊണ്ടുവരും. വയനാട് ന്യൂസ്, ബത്തേരി. വേനൽ കനത്തതോടെ അതിർത്തി ഗ്രാമങ്ങളിലെ ക്ഷീരകർഷകർ കാലികളെ കൂട്ടത്തോടെ വിറ്റഴിക്കുന്നു. കുടിവെള്ളവും തീറ്റയും ഇല്ലാതായതോടെയാണ് പിടിച്ചു നിൽക്കാൻ കഴിയാതെ കാലികളെ കർഷകർ വിറ്റ് ഒഴിവാക്കുന്നത്. അതിർത്തി ഗ്രാമങ്ങളിൽ ചൂട് വർദ്ധിച്ചതും കബനി പുഴയും കന്നാരം പുഴയും വറ്റി വരണ്ടതും ജലക്ഷാമത്തിന് കാരണമായി. കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമോടുന്ന അവസ്ഥയാണിവിടെ. മുൻകാലങ്ങളിൽ പുഴയോരത്തും പാടങ്ങളിലും കാലികളെ തീറ്റയ്ക്കായി അഴിച്ചുവിടുകയായിരുന്നു പതിവ്. എന്നാൽ ഈ പ്രദേശമെല്ലാം കടുത്ത വരൾച്ചയിൽ മണ്ണുകൾ വിണ്ടുകീറിയതോടെ കാലികൾക്ക് തീറ്റയില്ലാതായി. കൊളവള്ളി, സീതാമോണ്ട്, കബനിഗിരി, കൃകന്നൂർ, ചാമപ്പാറ, മരക്കാവ്, ചണ്ണോത്തുകൊല്ലി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വരൾച്ച ദിനംപ്രതി രൂക്ഷമാവുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ബാങ്കുകളിൽ നിന്നും അയൽക്കൂട്ടങ്ങളിൽ നിന്നും പണം കടമെടുത്ത് ക്ഷീരമേഖലയിലേക്ക് തിരിഞ്ഞ കർഷകരാണ് ഏറെയും കാലികളെ വിറ്റഴിക്കുന്നത്. കാലികൾക്ക് വില കൊടുത്ത് വൈക്കോൽ വാങ്ങി നൽകാനും കർഷകർക്ക് കഴിയുന്നില്ല. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കറവ പശുക്കളെ 2 നേരവും കുളിപ്പിച്ചാൽ മാത്രമേ കറവ പശുക്കൾക്ക് ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയൂ. ജലക്ഷാമം രൂക്ഷമായതോടെ നിരവധി കറവ പശുക്കൾ ചാകാനിടയായതും ചൂടിന്റെ കാഠിന്യം മൂലമാണെന്നാണ് കർഷകർ പറയുന്നത്. കിണറുകളും കുളങ്ങളും കുഴൽക്കിണറുമെല്ലാം വറ്റിവരണ്ടതും ചൂട് വർദ്ധിച്ചതും തീറ്റക്കുറവുമാണ് ക്ഷീരമേഖലയ്ക്ക് തിരിച്ചടിയായിരിക്കുന്നത്. കറവ പശുക്കൾ ഉൾപ്പെടെ കാലികളെ കൂടിന് പുറത്തിറക്കാനും കനത്ത ചൂട് മൂലം കഴിയുന്നില്ല. ഇതാണ് ഭൂരിഭാഗം കർഷകരും കാലി വളർത്തലിൽ നിന്ന് പിന്മാറാൻ കാരണം. വരും കാലങ്ങളിൽ ഇതൊരു മരുഭൂമിയായി മാറാൻ ഒരു താമസവും ഉണ്ടാവില്ല. കാരണം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി ഉദ്യോഗസ്ഥർ നല്ല രീതിയിലുള്ള പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചില്ലെങ്കിൽ ഒരു രീതിയിലുള്ള സഹായവും നമ്മുടെ വയനാടിന് കിട്ടുകയില്ല. അതിനുവേണ്ടി അധികാരികൾ നല്ല രീതിയിൽ ഇടപെടലുകൾ നടത്തി നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പദ്ധതി നടപ്പിലാവുകയുള്ളൂ. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. സന്ദർശനത്തിന് കുറുവാദ്വീപിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം സഞ്ചാരികൾക്ക് ദുരിതമായി. പുഴയിൽ ജലവിധാനം താഴുന്നത് ചൂണ്ടിക്കാട്ടിയാണ് സന്ദർശന സമയം 9 മണി മുതൽ 1 മണി വരെ ആക്കിയത്. സന്ദർശന സമയം പഴയ രീതിയിൽ ക്രമീകരിക്കണമെന്ന ആവശ്യം ശക്തമായി. വിദേശികളും സ്വദേശികളുമായി ആയിരക്കണക്കിന് ആളുകൾ നിത്യേന എത്തുന്ന കുറുവാദ്വീപിലേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കണമെന്ന് ആവശ്യമുയരുന്നു. കുറുവാദ്വീപിനോട് ചേർന്ന പുഴയിൽ ജലവിധാനം താഴ്ന്നുവെന്ന കാരണം പറഞ്ഞാണ് 9 മണി മുതൽ വൈകിട്ട് 3:30 വരെയുണ്ടായിരുന്ന സമയം വെട്ടിച്ചുരുക്കി 1 മണി വരെയാക്കിയത്. സമയക്രമത്തിന്റെ മാറ്റമറിയാതെ എത്തുന്ന സഞ്ചാരികളാണ് ദ്വീപ് കാണാൻ കഴിയാതെ മടങ്ങുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ കിലോമീറ്ററുകൾ വണ്ടിയോടിച്ചെത്തിയിട്ടും ദ്വീപ് കാണാൻ കഴിയാതെ മടങ്ങേണ്ട അവസ്ഥയാണ്. 950 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കുറുവാദ്വീപിൽ ചെറുതും വലുതുമായി 60-ലധികം ദ്വീപുകൾ അപൂർവ സസ്യജാലങ്ങളെയും ദേശാടന പക്ഷികളെയും ഔഷധ സസ്യങ്ങളുടെയും കുറിച്ച് കേട്ടറിഞ്ഞ് ദ്വീപ് കാണാനെത്തുന്നവർക്കാണ് സമയക്രമത്തിലെ മാറ്റം ഏറെ വലയ്ക്കുന്നത്. കർണാടക, ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും സമയക്രമത്തിലെ മാറ്റമറിയാതെ ദ്വീപിലെത്തുന്നവരാണ് ദ്വീപ് കാണാനാകാതെ നിരാശയോടെ മടങ്ങുന്നത്. കുറുവാദ്വീപിലേക്കുള്ള പ്രവേശന സമയം പഴയ രീതിയിലാക്കണമെന്ന് വയനാട് യൂത്ത് സർവീസ് ഓർഗനൈസേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കർഷകർക്ക് ബാങ്ക് വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ജപ്തി നടപടികളുമായ ബാങ്കുകൾ സജീവം. രൂക്ഷമായ വരൾച്ചയും കൃഷിനാശവും മൂലം കർഷകർ നെട്ടോട്ടം ഓടുമ്പോഴാണ് ഇടുത്തി പോലെ ബാങ്കുകൾ പ്രതികാര നടപടികളുമായി ഇറങ്ങുന്നത്. വിളവെടുപ്പ് സീസണിലും പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ കഴിയാതെ ദുരിതമനുഭവിക്കുമ്പോഴും ബാങ്കുകൾ വായ്പ തിരിച്ചടയ്ക്കാത്തതിൻ്റെ പേരിൽ കർഷകരെ പീഡിപ്പിക്കുകയാണ്. കടാശ്വാസ പദ്ധതിയിലും മറ്റും ആനുകൂല്യത്തിനായി അപേക്ഷ നൽകിയെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത്. ഭൂരിഭാഗം കർഷകരുടെയും നാണ്യവിളകളായ കുരുമുളക്, കാപ്പി, ഏലം തുടങ്ങിയവയുടെ ഉൽപ്പാദനം കുറഞ്ഞതും വിലയിടിവും കർഷകരെ പ്രതിസന്ധിയിലാക്കി. സാമ്പത്തിക വർഷം അവസാനിക്കാറായതോടെ ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും വായ്പാ കുടിശ്ശിക തിരിച്ചുപിടിക്കുന്നതിനായി അദാലത്തുകളും മറ്റും ആരംഭിച്ചതോടെ വായ്പാ തിരിച്ചടവിൻ്റെ പലിശ പോലും അടയ്ക്കാൻ കഴിയാതെ കർഷകർ വലയുകയാണ്. മുൻവർഷങ്ങളിലുണ്ടായിരുന്ന കടുത്ത വരൾച്ചയെ തുടർന്ന് ജില്ലയിലെ പുൽപ്പള്ളി, മുള്ളംകൊല്ലി പഞ്ചായത്തുകളിലെ കാർഷിക വിളകളെല്ലാം ഉണങ്ങി നശിക്കുകയും ചെയ്തതോടെ
പുനർകൃഷിക്കായി ബാങ്കുകളിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്ത കൃഷി ആരംഭിച്ചെങ്കിലും കാലാവസ്ഥാ വ്യതിയാനവും കീടബാധയും കൃഷികൾ പൂർണ്ണമായും കരിഞ്ഞുണങ്ങാൻ കാരണമായി. ഇതോടെ കർഷകർ വീണ്ടും പ്രതിസന്ധിയിലായി. ഇഞ്ചിയുടെ വിലയിടിവും കർഷകർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ബാങ്കുകൾ വായ്പാ തിരിച്ചടവിന് സാവകാശം നൽകണമെന്നാണ് കർഷകർ പറയുന്നത്. കർഷകരുടെ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും തിരിച്ചടവിന് സാവകാശം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. എന്നാൽ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ ആരും തന്നെ തയ്യാറാകുന്നില്ലെന്നും കർഷകർ ആരോപിക്കുന്നു. വയനാട് ന്യൂസ്, കൽപ്പറ്റ. കൊട്ടിയൂരിൽ പീഡനക്കേസിൽ CWC ചെയർമാനായിരുന്ന ഫാദർ തേരകത്തിനെതിരെ ആരോപണമുയർന്ന സാഹചര്യത്തിൽ പോക്സോ നിയമം ചുമത്തി നേരത്തെ ആദിവാസി യുവാക്കളെ ജയിലിലടച്ച സംഭവം പുനരന്വേഷിക്കണമെന്ന് ഗോത്ര ഭാരവാഹികൾ. ഇത്തരത്തിൽ ജയിലിൽ കഴിയുന്ന യുവാക്കളെ മോചിപ്പിക്കാൻ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഗോത്ര നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊട്ടിയൂർ പീഡനക്കേസിൽ പ്രതിയെ സഹായിക്കാൻ കൂട്ടുനിന്ന മുൻ CWC ചെയർമാൻ ഫാദർ തോമസ് ജോസഫ് തേരകത്തെ അറസ്റ്റ് ചെയ്യണമെന്ന ആദിവാസി യുവജന സംഘടന ഗോത്ര ചെയർമാൻ ബിജു കാക്കത്തോട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ആദിവാസി ഗോത്രാചാരപ്രകാരം വിവാഹിതരായവർ പോക്സോ നിയമത്തിൻ്റെ പേരിൽ ദുരിതമനുഭവിക്കുകയാണ്. കാരച്ചാലിലെ ബാബുവിനെ 40 വർഷമാണ് ശിക്ഷിച്ചത്. ഇതുമൂലം ബാബുവിൻ്റെ ഭാര്യയും മകളും അനാഥരായിരിക്കുകയാണ്. നിരവധി ചെറുപ്പക്കാർ കോടതി നടപടികൾ നേരിടുന്നു. പോക്സോ നിയമം അവബോധം ആദിവാസികൾക്കിടെ നടത്താൻ സർക്കാർ സംവിധാനങ്ങൾ ശ്രമിക്കുന്നില്ല. എന്നിട്ടും അവരെ ജയിലിലടയ്ക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയയാളാണ് ഫാദർ തോമസ് ജോസഫ് തേരകം. അങ്ങനെയുള്ളയാൾ തന്നെ പോക്സോ നിയമപ്രതിക്ക് ഒത്താശ ചെയ്തിരിക്കുന്നു. ജാമ്യമെടുക്കാൻ പോലും ശേഷിയില്ലാത്ത ആദിവാസി വിഭാഗങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഇളവനുവദിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ആദിവാസി വിഭാഗങ്ങളിൽ പോക്സോ ചാർജ് ചെയ്തുകൊണ്ട് ഒത്തിരി യുവാക്കളെ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് നിരന്തരം പീഡിപ്പിച്ച് ജയിലിലടയ്ക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അമ്പലവിലെ കാരച്ചാൽ കോളനിയിലെ ഒരു ബാബു അവര് പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച ആ ഒരു സാഹചര്യത്തിൽ ആ യുവാവിനെതിരെ പോക്സോ ചാർജ് ചെയ്തിട്ട് ജയിലിലടക്കുകയും ഇപ്പോൾ ഏകദേശം ഒരു 12 വർഷത്തോളം ജയിൽ ശിക്ഷ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഉള്ളത്. ഇവരുടെ ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിതിൽ ഇടപെട്ട് ഹൈക്കോടതിയിൽ മറ്റു മനുഷ്യാവകാശ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ആ കേസ് ഒന്ന് പരിഗണിക്കാൻ പോലും ഹൈക്കോടതി തയ്യാറായിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ മാസം പോലും ആ കേസിന്റെ ഡേറ്റ് തീരുമാനിച്ചത് അത് നീട്ടിവെക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ ശരിക്കും ആദിവാസി സമൂഹത്തിന് നേരെ ഉണ്ടാകുന്ന ഇത്തരം ഒരു ഈ നിയമ പീഡനങ്ങളെ കുറിച്ച് ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരിക, അതാണ് നമ്മൾ മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. വയനാട് ന്യൂസ്, കൽപ്പറ്റ. 300-ലധികം തൊഴിലാളികളെയും കുടുംബങ്ങളെയും പട്ടിണിയിലേക്ക് തള്ളിയിട്ട് കഴിഞ്ഞ 4 മാസത്തിലേറെയായി നിയമവിരുദ്ധമായി ലോക്കൌട്ട് ചെയ്ത ചെമ്പ്ര എസ്റ്റേറ്റ് ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് വയനാട് തോട്ടം തൊഴിലാളി യൂണിയൻ AATUC വാർഷിക സമ്മേളനം മേപ്പാടിയിൽ ആവശ്യപ്പെട്ടു. പാട്ടക്കാലാവധി കഴിയുകയും വ്യവസ്ഥകൾ ലംഘിച്ച് തരം മാറ്റി ഉപയോഗിക്കുകയും ചെയ്യുന്ന തോട്ടങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് തോട്ടമായി നിലനിർത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സ്ഥിരം തൊഴിലാളികൾക്കു പകരം കരാർ കൈക്കാശ് തൊഴിലാളികളെക്കൊണ്ട് കുറഞ്ഞ കൂലിക്ക് ജോലിയെടുപ്പിക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. വാർഷിക സമ്മേളനം കേരള പ്ലാന്റേഴ്സ് വർക്കേഴ്സ് ഫെഡറേഷൻ സെക്രട്ടറി M. രാജീവൻ ഉദ്ഘാടനം ചെയ്തു. മേപ്പാടി ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ CPI ജില്ലാ സെക്രട്ടറി വിജയൻ ചെറുകര, AITUC നേതാവ് PK മൂർത്തി, SG സുകുമാരൻ, കൃഷ്ണകുമാർ, ഉണ്ണികൃഷ്ണൻ, P. ഗിരീഷ്, GS സ്റ്റാൻലി, A. ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, മേപ്പാടി. മോട്ടോർ വാഹനങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം തുക കുത്തനെ വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് മോട്ടോർ ആൻഡ് എഞ്ചിനീയേഴ്സ് വർക്കേഴ്സ് യൂണിയൻ CATU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബത്തേരി ഇൻഷുറൻസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CATU ജില്ലാ പ്രസിഡന്റ് VV ബേബി ഉദ്ഘാടനം ചെയ്തു. K. സുഗതൻ അധ്യക്ഷനായിരുന്നു. PR ജയപ്രകാശ്, അനീഷ് B. നായർ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി പനമരത്തു നടന്ന നിർമ്മാണ തൊഴിലാളി യൂണിയൻ CATU വയനാട് ജില്ലാ സമ്മേളനം സമാപിച്ചു. പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പൊതുസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് PA മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. CATU കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം നാസർ കൊളായി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി M. മധു, KC ജബ്ബാർ, DYFI ജില്ലാ പ്രസിഡന്റ് KP ഷിജു തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റായി PA മുഹമ്മദിനെയും സെക്രട്ടറിയായി M. മധുവിനെയും ട്രഷററായി വാസുദേവനെയും യോഗം തിരഞ്ഞെടുത്തു. മുള്ളംകൊല്ലി സുരഭി റോഡിനെ അധികാരികൾ അവഗണിക്കുന്നതായി പരാതി. KSRTC ബസ്സുകളടക്കം സർവീസ് നടത്തിയിരുന്ന റോഡ് ഇപ്പോൾ കാൽനട യാത്രക്കാർക്ക് പോലും കൊള്ളാത്തതായി. 10 വർഷമായി റോഡ് അറ്റകുറ്റപ്പണി നടത്തിയിട്ട്. ഷെഡ് മുള്ളംകൊല്ലി റോഡിലേക്ക് എളുപ്പമെത്താൻ സഹായിക്കുന്ന പ്രധാന റോഡായിട്ടും അധികൃതർ അവഗണന തുടരുകയാണ്. ഫെബ്രുവരി 28-നകം ജില്ലയിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്ന പൊതുമരാമത്ത് മന്ത്രിയുടെ ഉത്തരവിനും ബന്ധപ്പെട്ടവർ പുല്ലുവില കൽപ്പിച്ചില്ല.
റോഡിൽ വൻ കുഴികളും ചാലുകളുമാണ്. മരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത റോഡായിട്ട് പോലും അവഗണനയാണ്. ഷെഡിൽ നിന്നാരംഭിക്കുന്ന ഈ പാത താന്നിത്തെരുവ്, പച്ചിക്കരമുക്ക്, പഴശ്ശിരാജ കോളേജ്, ചേപ്പില, കൂനന്തേക്ക് എന്നിവിടങ്ങളിലെല്ലാം പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. മരക്കടവ്, പെരിക്കല്ലൂർ, സീതാമൗണ്ട്, കബനിഗിരി, പാടിച്ചിറ, ശശിമല, ചാമപ്പാറ തുടങ്ങിയ പ്രദേശത്തിലെ ജനങ്ങൾക്ക് ടൗണിലെ ട്രാഫിക് കുരുക്കിൽപ്പെടാതെ എളുപ്പത്തിൽ ബത്തേരിയിലേക്ക് പോകുന്ന പ്രധാന പാതയാണിത്. പക്ഷേ റോഡ് പാടെ തകർന്നതോടെ ഈ പാത ഗതാഗതത്തിന് പറ്റാതായി. 2 വാഹനങ്ങൾ ഒരുമിച്ച് വന്നാൽ സൈഡ് കൊടുക്കാനും സ്ഥലമില്ല. നൂറുകണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമായിട്ടും അധികൃതർ റോഡിനെ അവഗണിക്കുകയാണ്. റോഡിൽ പാച്ച് വർക്ക് നടത്താൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല. നിരവധി തവണ മന്ത്രിക്കും MP, MLA ഉൾപ്പെടെയുള്ളവർക്കും റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു ഫലവുമുണ്ടായിട്ടില്ല. റോഡിനെ അവഗണിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് നടവയലിലെ PWD ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല കുത്തിയിരിപ്പ് സമരം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. സീതാമൗണ്ട് തറപ്പത്ത് കവല റോഡ് റീടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കാൻ ഇനിയും നടപടിയായില്ല. മുള്ളംകൊല്ലി പഞ്ചായത്തിലെ പ്രധാന റോഡായിട്ട് പോലും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുമെന്ന ജനപ്രതിനിധികളുടെ വാഗ്ദാനം പാഴ്വാക്കായി. ഇളകിത്തെറിച്ച് കിടക്കുന്ന പാറക്കല്ലുകളിൽ കയറി സൈക്കിളും ബൈക്കുകളും മറിയാത്ത ദിവസങ്ങളില്ല. വാഹനങ്ങൾ വിളിച്ചാൽ ഇതുവഴി വരില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത്തവണ റോഡ് റീടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾക്ക് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഓരോ മഴക്കാലം കഴിയുമ്പോഴും റോഡിന്റെ സ്ഥിതി വളരെ മോശമാകുന്നു. 2 കിലോമീറ്റർ വരുന്ന ഈ പാത പല റോഡുകളെയും ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡ് കൂടിയാണ്. എന്നിട്ടും റോഡ് പുനർനിർമ്മാണം വേഗത്തിലാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ഈ മഴക്കാലത്തിന് മുമ്പ് റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. അന്തർ സംസ്ഥാന പാതയോരത്ത് മുറിച്ചിട്ട പൊതുമരാമത്ത് വകുപ്പിന്റെ മരങ്ങൾ വാഹനാപകടങ്ങൾക്ക് കാരണമാകുന്നു. ബത്തേരി പാട്ടവയൽ അന്തർ സംസ്ഥാന പാതയിൽ നമ്പിക്കൊല്ലിയിലാണ് 2 വർഷമായി പാതയുടെ ഇരുവശങ്ങളിലും അപകട ഭീഷണി സൃഷ്ടിച്ച് മരങ്ങൾ കിടക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇവിടെ മരത്തിലിടിച്ച് വാഹനാപകടമുണ്ടായി. നമ്പിക്കൊല്ലിയിലാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ മുറിച്ചിട്ട മരങ്ങൾ വാഹനാപകടങ്ങൾക്ക് കാരണമാകുന്നത്. റോഡിലേക്ക് ചെരിഞ്ഞ് അപകട ഭീഷണി സൃഷ്ടിച്ചു നിന്നിരുന്ന മരങ്ങൾ 2 വർഷം മുമ്പാണ് റവന്യൂ വകുപ്പ് ഇടപെട്ട് മുറിച്ചത്. തുടർന്ന് മുറിച്ചിട്ട മരത്തടികൾ ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്ന് അന്നു മുതൽ തന്നെ പ്രദേശവാസികൾ ആവശ്യമുന്നയിച്ചുവെങ്കിലും ഇതുവരെ മരങ്ങൾ നീക്കം ചെയ്യാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പാതയുടെ ഇരുവശങ്ങളിലും റോഡിനോട് ചേർന്ന് മരത്തടികൾ കിടക്കുന്നത് കാരണം ഇതുവഴിയുള്ള യാത്രയും ദുഷ്കരമായിരിക്കുകയാണ്. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് നൽകുമ്പോൾ വാഹനങ്ങൾ മരത്തിലിടിച്ച് അപകടമുണ്ടാവുന്നത് തുടർ സംഭവമാണ്. ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം ഇവിടെ സ്കോർപിയോ മരത്തടിയിൽ ഇടിച്ചുമറിഞ്ഞ് യാത്രക്കാർക്ക് സാരമായി പരിക്കേറ്റിരുന്നു. മരത്തടികൾ കാടുമൂടി കിടക്കുന്നതിനാൽ അപകടവും വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അധികൃതരുടെ അനാസ്ഥ അവസാനിപ്പിച്ച് ഈ മരങ്ങൾ ഇവിടെ നിന്നും നീക്കണമെന്നാണ് ആവശ്യം. കൂടുതലായി മുറിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സൈഡിൽ നിന്നൊന്നും വാഹനങ്ങൾക്ക് ഒരുപാട് അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ആർക്ക് അപേക്ഷ കൊടുത്താലും പറയാനില്ല. സ്കൂൾ കുട്ടികൾക്ക് ഒന്ന് വഴിമാറി പോകാനും പറ്റില്ല. മൃഗങ്ങളെ കൊണ്ടുപോകും പ്രശ്നം. ഒരുപാട് ആക്സിഡൻറ്റ് ഈ ഇപ്പുറത്തായിട്ട് നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാൽ ഞങ്ങളെല്ലാം ഈ കൂട്ടം നമുക്ക് നാട്ടുകാർക്ക് കൊണ്ട് ഭയങ്കര ശല്യമായിരിക്കണം. ഒരു വനഭൂമി ഗുണക്കാലും കഷ്ടത്തിലപ്പോൾ ഇതിന് ഇവിടുത്തെ സ്ഥലം. വയനാട് ന്യൂസ്, ബത്തേരി. മാനന്തവാടി ശ്രീ വള്ളിയൂർക്കാവ് മഹോത്സവത്തിന് നാളെ തുടക്കം. ഉത്സവത്തിന് തുടക്കം കുറിച്ച് നാളെ വൈകിട്ട് പള്ളിയറ ക്ഷേത്രത്തിൽ നിന്ന് വാളെഴുന്നള്ളിപ്പ് നടക്കും. മറ്റന്നാൾ മീനം 1 മുതൽ 14 വരെയാണ് വള്ളിയൂർക്കാവ് ഉത്സവം. മീനം 1 രാവിലെ ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും ചടങ്ങുകളും ആരംഭിക്കും. താഴേക്കാവിൽ ഉത്സവാഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ നടക്കും. മുൻവർഷത്തെ അപേക്ഷിച്ച് 5ഓളം കീഴ്ക്കാവുകളിൽ നിന്ന് അടിയറ എഴുന്നള്ളത്ത് നടത്താൻ ഉത്സവാഘോഷ കമ്മിറ്റിയുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. കീഴ്ക്കാവുകൾക്ക് സാമ്പത്തിക സഹായം നൽകും. ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും അന്നദാനവും വിവിധ കലാപരിപാടികളും ഉണ്ടാകുമെന്ന് ക്ഷേത്രം ട്രസ്റ്റി HM ഗോപി, എക്സിക്യൂട്ടീവ് ഓഫീസർ നാരായണൻ നമ്പൂതിരി, കമ്മിറ്റി പ്രസിഡന്റ് കമ്മന മോഹനൻ, സെക്രട്ടറി PV സുരേന്ദ്രൻ, ശ്രീജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വയനാട് ന്യൂസ്, മാനന്തവാടി. അവയവദാനത്തിലൂടെ സമൂഹത്തിന് മാതൃകയായ ഫാദർ ഷിബു കുറ്റിപ്പറച്ചിലിനെയും മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ മീനങ്ങാടി ഗവൺമെന്റ് സ്കൂൾ അധ്യാപകൻ ഡോക്ടർ ബാവ കെ പാലുകുന്നിനെയും അഖില കേരള അയ്യപ്പ സേവാ സംഘം പന്നിമുണ്ട യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പന്നിമുണ്ട യൂണിറ്റ് ഓഫീസിൽ നടന്ന പരിപാടി മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന വിജയൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ഷീബ കൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. അഡ്വക്കേറ്റ് VV പ്രബോധ്, KK രവീന്ദ്രൻ, KN വേണുഗോപാൽ, ജനാബ് സൈദലവി ഹാജി, പ്രസാദ്, ഫാദർ ഷിൽസൺ, K ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ചങ്കിന് വേദന ഇല്ലെങ്കിൽ കിഡ്നി കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ചാൽ മതി. സ്നേഹമുള്ളവരെ, ചുരുക്കത്രയേ ഉള്ളൂ. സാധിക്കുന്നതായ നന്മ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുമ്പോഴാണ് ജീവിതം സാർത്ഥകമായി തീരുക.
കിഡ്നിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ രോഗികളെ കാണാനിടയായി. എൻ്റെ ഇടവ മെത്രാപ്പോലീത്തയുമായി ആലോചിച്ച് ഒരു ചെറിയ കാര്യത്തിന് രൂപകൽപ്പന നൽകിയിട്ടുണ്ട്. 5000 രൂപ വീതം 1000 വൃക്ക രോഗികൾക്ക് 50 ലക്ഷം രൂപയുടെ ഒരു ചികിത്സാ സഹായ പദ്ധതി. ആദിവാസി കുട്ടികളെ ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച് ഉന്നതിയിലെത്തിക്കാനായി ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പരിശീലന കിറ്റ് നൽകി. പനമരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദിവാസി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി കായികാധ്യാപകൻ നവാസ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് പരിശീലനം നൽകി വരികയാണ്. ഇവരുടെ പരിശീലനം സുഗമമാക്കുന്നതിനാണ് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ കിറ്റും പരിശീലകനെയും നൽകി ഇവർക്ക് സഹായം നൽകുന്നത്. ക്രിക്കറ്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നാസർ മച്ചാൻ കിറ്റ് വിതരണം ചെയ്തു. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ അംഗം ഇബ്രാഹിംകുട്ടി, പനമരം ഹയർ സെക്കൻഡറി സ്കൂൾ കായികാധ്യാപകൻ നവാസ് മാസ്റ്റർ, പനമരം ഇൻസൈഡ് ക്ലബ് പ്രസിഡന്റ് ജംഷീർ TK തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അമ്പലവയൽ ജനമൈത്രി പോലീസിന്റെയും RT ഓഫീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് ഏകദിന ബോധവൽക്കരണ ക്ലാസ് നടത്തി. AMB റോണി വർഗീസ് നേതൃത്വം നൽകി. സ്കൂൾ ബസ് ഡ്രൈവർമാരുടെ മദ്യപാനവും മൊബൈൽ ഉപയോഗവുമാണ് പലപ്പോഴും അപകടങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ തന്നെ സ്കൂൾ ബസ് അപകടങ്ങൾ ഭൂരിഭാഗവും കുറയുമെന്നും അദ്ദേഹം പറഞ്ഞു. അപകടങ്ങൾ ഉണ്ടാകുന്നതും വരുത്തിവെക്കുന്നതും എങ്ങനെയെന്നും LCD പ്രൊജക്ടർ ഉപയോഗിച്ച് വിശദീകരിച്ചു. ജനമൈത്രി CRO രാജു, ASI സുന്ദരൻ എന്നിവർ സംസാരിച്ചു. അയാൾ നല്ല സ്പീഡിലായിരുന്നു. ഒരു നിമിഷ നേരം കൊണ്ട് അവരെന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി. അയാൾ സ്പീഡിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ പിറന്നാളിനും ഇനിയുള്ള പിറന്നാളിനും എനിക്ക് എൻ്റെ അമ്മയും അച്ഛനെയും അനിയത്തെയും ഒന്നും നഷ്ടപ്പെടില്ലായിരുന്നു. എത്രയോ കുഞ്ഞുങ്ങൾ ഉത്തരവാദിത്തമുള്ള ജോലിയാണ് ഒരു ഡ്രൈവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ആ ജോലി ചെയ്യുന്ന എൻ്റെ ഡ്രൈവർ മാമനെ കണ്ടുകൊണ്ട് എനിക്ക് ഭാവിയിൽ അങ്ങനെ ഒരു ജോലി ചെയ്യണമെന്നൊരു ആഗ്രഹം ഒരു കുഞ്ഞിന്റെ മനസ്സിൽ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ, ഞാൻ ചോദിക്കട്ടെ, അതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യമായ മുഹൂർത്തം? ശരിയല്ലേ? ഞാൻ എൻ്റെ പ്രവൃത്തി റോഡിൽ ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ ജോലി ചെയ്യുമ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരാൾ ഞാൻ ചെയ്യുന്നത് പോലെ എൻ്റെ ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഒരു ഡ്രൈവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതി. ശരിയല്ലേ? വാഹന പരിശോധനയ്ക്കിടെ പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI പുഷ്പാങ്കദനെ മർദ്ദിച്ച സംഭവത്തിൽ കുറ്റ്യാടി സ്വദേശി റോയ് തോമസിനെ അറസ്റ്റ് ചെയ്തു. ഇയാളെ കോടതിയിൽ ഹാജരാക്കി. പുൽപ്പള്ളി CI അബ്ദുൾ ബഷീറിനെയും SI ജോസഫിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. കഴിഞ്ഞ ദിവസം ഇല്ലിച്ചൂടിന് സമീപം വാഹന പരിശോധനയ്ക്കിടെ ഇതുവഴി ബൈക്കിൽ വന്ന റോയിയുടെ വാഹനരേഖ പരിശോധിക്കുന്നതിനിടെയായിരുന്നു സംഭവം. മർദ്ദനത്തിൽ പരിക്കേറ്റ അഡീഷണൽ SIയെ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോയ് തോമസ് അനാവശ്യമായി പോലീസ് ഉദ്യോഗസ്ഥനോട് തട്ടിക്കയറുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പോലീസ് കള്ളക്കേസിൽ കുടുക്കുകയായിരുന്നുവെന്നും റോയ് തോമസ് കുറ്റപ്പെടുത്തി. മലയാളം ഔദ്യോഗിക ഭാഷാ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചടങ്ങ് ADM KM രാജു ഉദ്ഘാടനം ചെയ്തു. മത്സര വിജയികൾക്ക് ഉപഹാരങ്ങളും നൽകി. LR ഡെപ്യൂട്ടി കളക്ടർ A ഗോപകുമാർ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ബാവ K പാലുകുന്ന് മുഖ്യപ്രഭാഷണം നടത്തി. ഷെഹാന ഷാജഹാൻ, ലീല സന്തോഷ്, അതുൽ പൂതാടി, ബീന ഗണേഷ് എന്നിവരെ ആദരിച്ചു. ഹുസൂർ ശിരസ്തദാർ, EP മേഴ്സി, EC സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ബൃഹത്തായ ഒരു ഭാഷയാണ്. ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും മലയാളികൾ എത്തിപ്പെട്ടിട്ടുണ്ട്. മലയാളം കേൾക്കാത്ത ഒരു രാജ്യവും ഈ ഭൂമിയിലുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആരെവിടെ എത്തിക്കഴിഞ്ഞാലും മലയാളികൾ അവരുടേതായ ഒരു കൂട്ടായ്മയും അവരുടേതായ ഒരു സംസ്കാരവും ഇപ്പോഴും ഉയർത്തിപ്പിടിക്കാറുണ്ട്. ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും എത്തുന്നത്. പക്ഷേ ഭാഷയുടെ ആ പ്രാധാന്യം ഇടക്കാലം കൊണ്ട് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അമ്പലവയൽ ലയൺസ് ക്ലബിന്റെയും അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ അമ്പലവയൽ കമ്മ്യൂണിറ്റി ഹാളിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. കണ്ണട ആവശ്യമുള്ള പാവപ്പെട്ട 10 പേർക്ക് സൗജന്യമായി കണ്ണട വിതരണവും തുടർന്ന് ചികിത്സ ആവശ്യമുള്ളവർക്ക് കൽപ്പറ്റ അഹല്യ ആശുപത്രിയിൽ തുടർ ചികിത്സയും നൽകും. ക്യാമ്പ് അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീതാ വിജയൻ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ സറഫുദ്ദീൻ അധ്യക്ഷനായിരുന്നു. ഹരികുമാർ, തോമസ് മിഖായേൽ, ജോൺസൺ, ഷാൻഡി ഫിലിപ്പ്, രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിറക് ശേഖരിക്കുന്നതിനിടെ മധ്യവയസ്കൻ മരക്കൊമ്പ് ദേഹത്ത് വീണ് മരിച്ചു. വേലിയമ്പം കണ്ടാമല കുറുമ കോളനിയിലെ സുബ്രഹ്മണ്യനാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. ഇന്നലെ വൈകിട്ട് 4 മണിയോടെ ചുള്ളിക്കാട് വനത്തിലാണ് അപകടം.
സഹായികൾ ഇല്ലാതിരുന്നതിനാൽ കൃത്യമായ വിവരം അറിയാൻ കഴിഞ്ഞില്ല. ഇതുവഴി വന്ന വനം വാച്ചറാണ് സുബ്രഹ്മണ്യനെ കണ്ടത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സുബ്രഹ്മണ്യൻ മരിച്ചു. വയനാട് ന്യൂസ് ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ www.youtube.com/user/വയനാട് വിഷൻ/വീഡിയോസ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ www.facebook.com/wvWayanad-news. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട്ടിൽ ചൂട് കനത്തു. മുന്നിൽ ആശങ്കയുടെ നാളുകളെന്ന് വിദഗ്ധർ. ജില്ല ജലദുരന്തത്തിന്റെ വക്കിൽ. തോടുകളും അരുവികളും മരണാസന്ന നിലയിൽ. പുൽപ്പള്ളി മുള്ളംകൊല്ലി മേഖലയിൽ സെമിനാറുകൾ നടത്തി വരൾച്ച നേരിടുന്ന നടപടി വിമർശിക്കപ്പെടുന്നു. അതിർത്തി ഗ്രാമങ്ങളിൽ ക്ഷീരകർഷകർ കാലികളെ കൂട്ടത്തോടെ വിറ്റഴിക്കുന്നു. വരൾച്ചയും കൃഷിനാശവും മൂലം നെട്ടോട്ടമോടുന്ന കർഷകർക്കെതിരെ ജപ്തി ഭീഷണിയുമായി ബാങ്കുകൾ. നിയമവിരുദ്ധമായി ലോക്കൌട്ട് ചെയ്ത ചെമ്പ്ര എസ്റ്റേറ്റ് ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് AITUC. ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിച്ചതിനെതിരെ ബത്തേരിയിൽ CITU മാർച്ച്. മാനന്തവാടി വള്ളിയൂർക്കാവ് മഹോത്സവത്തിന് നാളെ തുടക്കം. വാളെഴുന്നള്ളിപ്പ് നാളെ. ഉത്സവ പൂജകൾ വ്യാഴാഴ്ച മുതൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.